ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴായി പല ആവർത്തി പല ആളുകളിൽ നിന്നായി കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു യൂസേജാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം. എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരനെ അവൻ്റെ സ്വപ്നങ്ങളെ അവൻ്റെ ജീവിതത്തേക്കാണ് ആളുകൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തോടും ജീവിതത്തോടും ഒക്കെ ഉപമിച്ച് കേട്ടിട്ടുള്ളത്. കുട്ടിക്കാലം മുതൽ പല ആളുകൾ പല കഥകളുടെ പിൻബലത്തോടെ ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ട ഒരു കഥ ഇങ്ങനെയായിരുന്നു. ഒരു സാധു ബ്രാഹ്മണൻ ഒരിക്കൽ ഒരു ശ്രാദ്ധം ഉണ്ണാൻ വേണ്ടി പോയി. ശ്രാദ്ധമൊക്കെ കൊണ്ടിട്ട് തിരികെ വരുന്ന വഴിക്ക് ഈ ഒരു സാധു ബ്രാഹ്മണൻ്റെ ദയനീയാവസ്ഥ ദാരിദ്ര്യാവസ്ഥ കണ്ട ഒരാൾ അദ്ദേഹത്തിന് ഒരു വലിയ മൺകുടം നിറയെ മലർപ്പൊടി കൊടുത്തു. ഈ മലർപ്പൊടി അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് അത് തലയിലേക്ക് ഏറ്റിയ സമയത്ത് അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷകളൊക്കെ തോന്നി. അദ്ദേഹം വിചാരിച്ചു താൻ ഈ ഒരു മലർപ്പൊടി മുഴുവൻ കൊണ്ടുപോയി ചന്തയിൽ വിറ്റിട്ട് ആ കിട്ടുന്ന പണത്തിന് നല്ലൊരു ആടിനെ വാങ്ങും, നല്ല പോലെ പാൽ തരുന്ന ഒരാട്. ആ ഒരു പാലെല്ലാം വിറ്റിട്ട് താൻ ആ ഒരു പണം കൂട്ടി വെച്ചിട്ട് ഒരു പശുവിനെ വാങ്ങും. അപ്പോൾ ധാരാളം പാല് വിൽക്കാനായിട്ട് സാധിക്കും, പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും, കുറച്ച് തൈരാക്കാം, വെണ്ണ ഉണ്ടാക്കാം. പോരാത്തതിന് ഈ പശുവിൻ്റെ ചാണകം പോലും തനിക്കൊരു വരുമാനമാണ്. ആടുണ്ട്, പശുവുണ്ട്. അങ്ങനെ തനിക്ക് കിട്ടുന്ന പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് തൻ്റെ വീടൊന്ന് മോടി പിടിപ്പിക്കും, അത് നല്ല ഭംഗിയായിട്ട് മാറ്റും. തൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടം താൻ പണം കൊടുത്ത് വാങ്ങും. അങ്ങനെ വീടായി, നെൽപ്പാടമായി, ആടുണ്ട്, പശുവുണ്ട്, ധാരാളം പണികളും അതിനോടൊപ്പം ഉണ്ട്. ആ ഒരു അവസരത്തിൽ താനൊരു വിവാഹം കഴിക്കും. താൻ വളരെ യങ്ങാണ്, ഒരു വിവാഹം കഴിക്കേണ്ടത് തന്നെയാണ്, അത്യാവശ്യമാണ്. നല്ല സുന്ദരിയായിട്ടുള്ള ഒരാൾ തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. തൻ്റെ സുന്ദരിയായിട്ടുള്ള ഭാര്യ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. ചില സമയങ്ങളിൽ തങ്ങൾക്ക് പിറക്കുന്ന ഉണ്ണിയുടെ ചില കാര്യങ്ങൾ നോക്കാനായിട്ട് അവൾക്ക് പറ്റാറില്ല, അവൾ കേൾക്കാറില്ല, അവൾ പണിത്തിരക്കിലായിരിക്കും. പക്ഷെ ഉണ്ണി കരഞ്ഞാൽ തനിക്ക് ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം വന്നാൽ താൻ ഭാര്യയെ തല്ലും. ദേഷ്യത്തോടെ ഈ സാധു ബ്രാഹ്മണൻ തൻ്റെ വടിയെടുത്ത് തലമുകളിലിരുന്ന ആ ഒരു മൺകുടത്തിനിട്ട് ഒരൊറ്റ അടി കൊടുത്തു. ആ മലർപ്പൊടിയെല്ലാം കുടം പൊട്ടി റോഡിൽ വീണു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രത്യാശയും എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അതോടെ അവസാനിച്ചു. ഇവിടെ ബ്രാഹ്മണൻ തൻ്റെ കയ്യിൽ ഒരു അശ്രദ്ധ കൊണ്ട്, തൻ്റെ ഒരു ആക്ട് കൊണ്ട്, തൻ്റെ ഒരു സ്വഭാവ പ്രശ്നം കൊണ്ടാണ് ജീവിതത്തിൽ ഒരു ദുരന്തം വരുത്തി വെച്ചത്. എന്നാൽ നമ്മളിൽ പല ആളുകളുടെയും, നമ്മളെപ്പോലുള്ള പല മലർപ്പൊടിക്കാരുടെയും ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ വരുന്നത് അവിചാരിതമായിട്ടായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസുകളുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ ഹെൽത്ത് എമർജൻസി, മെഡിക്കൽ എമർജൻസി എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ സാമ്പത്തിക അവസ്ഥ തന്നെ പലപ്പോഴും താറുമാറായി കാണാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മന്ത്ലി സാലറി എത്രയാണ്? 50,000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് 6 ലക്ഷം രൂപ വാർഷിക സാലറി. ഇപ്പോൾ 2010 ഇന്ത്യയിൽ ഒരു ബൈപ്പാസ് സർജറി ചെയ്യാനായിട്ട് ഒരു 4-5 ലക്ഷം രൂപ മാക്സിമം മതിയായിരുന്നു. എന്നാൽ അത് ഇന്ന് 8-10 ലക്ഷം രൂപയിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ്. മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് 14% ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും, നിങ്ങളുടെ വരുമാന പരിധിയിൽ നിന്ന്, നിങ്ങളുടെ വാർഷിക സാലറി പരിധിയിൽ നിന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഒരു മെഡിക്കൽ എമർജൻസി മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ ഒരു വർഷം പണിയെടുക്കുന്ന പൈസ സിമ്പിളായിട്ട് ഒരു 10-15 ദിവസം കൊണ്ട് വീട്ടിലൊരു അംഗത്തിന് ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് സം അഷ്വേർഡ് കവറേജ് എമൗണ്ട്. നിങ്ങൾ എത്ര രൂപയ്ക്കാണ് നിങ്ങളെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിൽ കൊണ്ടുവരുന്നത്? 10 ലക്ഷമാണോ 5 ലക്ഷമാണോ? നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചിട്ട് ഏറ്റവും കൂടിയ തുകയ്ക്ക് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതനുസരിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഇക്കാലത്ത് ക്യാഷ്ലെസ് നെറ്റ്വർക്ക്. മുന്നേക്ക് എങ്ങനെയായിരുന്നു? ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളുകളും ആദ്യം പണം കൊടുക്കണം, പിന്നീട് ക്ലെയിമിൻ്റെ പ്രോസസ്സുമായി മുന്നോട്ടേക്ക് നടക്കണം. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല. ക്യാഷ്ലെസ് നെറ്റ്വർക്കുകൾ പല ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിനുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ആ ഒരു കമ്പനിക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് എത്ര ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ സർവീസുകൾ ഉണ്ട് എന്നുള്ളത് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പണമൊന്നും ഇല്ലാതെ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടാം. ഈ ഹോസ്പിറ്റലിൽ നേരെ ചെന്നിട്ട് ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് ചികിത്സ നേടുന്നതിനും ഇൻപേഷ്യൻ്റ് ആയിട്ട് ചികിത്സ നേടുന്നതിനും ഒക്കെ സെപ്പറേറ്റ് പ്ലാനുകളുണ്ട്. ഇപ്പോൾ ഔട്ട് പേഷ്യൻ്റ് സർവീസുകൾക്ക് ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ കവറേജ് ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. റൂം റെൻ്റ് ലിമിറ്റ് ഉണ്ട്. ചില റൂംസിന് അല്ലെങ്കിൽ ഇത്ര ദിവസത്തിൽ കൂടുതൽ റൂം എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിമിറ്റും ഒക്കെ നിങ്ങളുടെ പോളിസിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതും പലപ്പോഴും ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതിനെയൊക്കെ ആഡ് ഓൺസ് എന്ന് പറയാം. അതേപോലെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള ഒരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ക്ലെയിം കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് എടുക്കാം. അതേപോലെ തന്നെ അവരുടെ ക്ലെയിം പ്രോസസ്സൊക്കെ അപ്പോൾ ഈസി ആയിരിക്കും എന്നുള്ളത് ഊഹിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു, കുറേ ജാർഗൺസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ കമ്പനികൾ, കുറേ ഓഫറുകൾ, നിങ്ങൾക്കറിയാവുന്ന കുറേയധികം ഏജൻസ്, ഓൺലൈനായിട്ട് ഇഷ്ടംപോലെ സെല്ലേഴ്സ്. ഇതിൽ നിന്ന് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. കാരണം ഇത്ര അധികം വൈവിധ്യങ്ങളിൽ നിന്ന് വേണം നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്ന് കണ്ടുപിടിക്കാനായിട്ട്.
പല ഓൺലൈൻ പോർട്ടലുകളും സെല്ലേഴ്സും നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് എടുക്കാനായിട്ടുള്ള അവസരങ്ങളൊക്കെ തരുന്നുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിൽ പലതും ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോളിസി നിങ്ങളിലേക്ക് വല്ലാതെ പുഷ് ചെയ്യപ്പെടും അവരുടെ ലാഭത്തിന് വേണ്ടി. പിന്നീട് സ്പാം കോൾസ്, നിങ്ങളെ വിളിച്ചവർ ശല്യപ്പെടുത്തും. നിങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ വേറൊരു സെല്ലറെ നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ വേറൊരു ഇൻഷുറൻസ് പ്രൊവൈഡറെ നിങ്ങൾ അപ്രോച്ച് ചെയ്തു, അത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞാലും ഇവരുടെ ഡാറ്റാ ബേസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ അവർ വിളിച്ച് ശല്യപ്പെടുത്തും. ഇങ്ങനെയുള്ള തലവേദനകളൊന്നുമില്ലാതെ വളരെ സേഫായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഞാൻ ഡിറ്റോ എന്ന പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേത് സ്പാമിംഗ് ഇല്ല. www.joindito.in എന്ന സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ബുക്ക് എ ഫ്രീ കോൾ നൗ എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ എ ഡേറ്റ് ഫോർ ഹെൽത്ത് കോൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം ക്ലിക്ക് ചെയ്തിട്ട് കോള് സ്കെഡ്യൂൾ ചെയ്യുക. അവിടെ നിങ്ങളുടെ നെയിമും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഏതാണ് എന്ന് പറഞ്ഞു തരും. ഒത്തിരിയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി. ഡിറ്റോ പ്ലാറ്റ്ഫോമിൽ കൺസൾട്ടേഷൻ ടൈം നമ്മളാണ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡേറ്റ്, നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള സമയം, ആ ഒരു സമയത്ത് ഡിറ്റോയുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ റിക്വയർമെൻറ്റുകൾ അവരുമായിട്ട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ നിലവിലത്തെ ആരോഗ്യാവസ്ഥ, അതേപോലെ തന്നെ കുടുംബത്തിലുള്ള ആളുകളുടെ എണ്ണം, നിങ്ങൾ ഒറ്റയ്ക്കാണോ ഫാമിലി മുഴുവനായിട്ടാണോ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നതൊക്കെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാൻ സജസ്റ്റ് ചെയ്യും. ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് അനുയോജ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. മറ്റ് ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി ഓരോ സീസൺ അനുസരിച്ചിട്ട് നിങ്ങളിലേക്ക് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് അവർക്ക് കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്നതുകൊണ്ടാണ്. ഡിറ്റോ പ്ലാറ്റ്ഫോമിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. അതേപോലെ തന്നെ ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ഏറെ വിശ്വസിക്കുന്ന സെറോദ ബാക്ക് ചെയ്യുന്ന IRDA സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിയുടെ സർവീസുകളെ കുറിച്ചിട്ട് മികച്ച അഭിപ്രായമാണ് ഓൺലൈൻ കമ്മ്യൂണിറ്റികളിലൊക്കെ ലഭിക്കുന്നത്. 15,000-ഓളം യൂസേഴ്സ് അവരുടെ റിവ്യൂ സബ്മിറ്റ് ചെയ്ത സമയത്ത് 4.9 റേറ്റിംഗ് ആണ് ഡിറ്റോ കമ്പനിയുടെ സർവീസുകൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്ത ആളുകൾ ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെയും ലിങ്ക് ഉപയോഗിച്ച് ഡിറ്റോയിൽ ഇന്ന് തന്നെ ഒരു ഫ്രീ കോൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈമിൽ ഡിറ്റോയുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഇനി വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ ഞാൻ ഡിറ്റോയുടെ സൈറ്റ് തന്നെ യൂസ് ചെയ്യുകയാണ്. ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് 101 എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ സീനിയർ സിറ്റിസൺസിന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഫാമിലി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് സീനിയർ സിറ്റിസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. പക്ഷേ അവർക്ക് ക്ലെയിമുകൾ വരാൻ സാധ്യതയുണ്ട്, പ്രായമാകുമ്പോൾ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് മൊത്തത്തിലുള്ള ആ ഒരു ഇൻഷുറൻസിനെ ബാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ നോ ക്ലെയിം ബോണസ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സീനിയർ സിറ്റിസൺസിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ഇൻഷുറൻസ് എടുക്കുന്നതൊക്കെ നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ചില കപ്പിൾസ് ഒക്കെ ഉണ്ടാവും, ഞങ്ങൾക്ക് ഇത്ര വർഷം കഴിഞ്ഞ് കുട്ടികൾ മതി, അല്ലെങ്കിൽ ഇന്ന സമയത്ത് കുട്ടികളിലേക്ക് പോയാൽ മതി, ഇപ്പോൾ പഠിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഹ്യൂജ് ആയിരിക്കും, നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ഒരു പരിരക്ഷ നമുക്ക് മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസിൽ ലഭിക്കും. അത് സ്ത്രീകൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആഡ് ഓൺ ആയിട്ടും അവൈലബിൾ ആണ്. 1 കോടിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് നമുക്ക് ധാരാളം വായിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സെക്ഷൻ 80D ബന്ധപ്പെട്ട ബെനിഫിറ്റുകളെ കുറിച്ചിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും, അതും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ നിലവിലത്തെ പോളിസിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ധാരാളം പ്രധാനപ്പെട്ട ഓപ്ഷൻസിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ക്ലെയിംസ്. നിങ്ങൾക്കൊരു ക്ലെയിം വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്ലെയിമിന് വേണ്ടി നമുക്കിവിടെ ക്ലെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നമ്പരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ബാക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്ലെയിം സപ്പോർട്ടും നിങ്ങൾക്ക് അവിടെ അഷ്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ചില ആളുകൾ അപ്പോൾ പറയും ഞങ്ങൾക്ക് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് തൊഴിൽ ദാതാവ് തരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിരിക്കും പലപ്പോഴും.
അത് അവരുടെ റൂളിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ്. അവർ പറയുന്ന ഹോസ്പിറ്റലുകളിൽ അവർ പറയുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾ ചികിത്സ തേടേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൗകര്യങ്ങളോടെ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് സൗകര്യപ്രദമായി മനസമാധാനത്തോടെ ഒരു ചികിത്സ തേടാം, ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ആശ്രയിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചിട്ട് ഉറപ്പായും ചിന്തിക്കേണ്ടതാണ്. ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് കുറച്ചും കൂടെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയുണ്ട്. രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്, അതേപോലെ തന്നെ സാമ്പത്തിക കാലാവസ്ഥയുണ്ട്. എങ്ങനെയാണ് GST റിഫോംസിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. ഹെൽത്ത് ഇൻഷുറൻസുകൾ, ടേം ഇൻഷുറൻസുകൾ ഇനിയിപ്പോൾ GSTയുടെ പരിധിയിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. അങ്ങനെ വരുമ്പോൾ 18% GST നിങ്ങൾക്ക് അടയ്ക്കേണ്ടതില്ല. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത സമയത്ത്, ടേം ഇൻഷുറൻസ് എടുത്ത സമയത്ത്, അത് റിന്യൂ ചെയ്ത സമയത്തൊക്കെ GST അടച്ച ഒരാളാണ്. പക്ഷേ ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യയിലുള്ള സാധാരണക്കാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സാമ്പത്തിക രംഗം ഒത്തിരിയധികം മെച്ചപ്പെടും. ഇന്ത്യയിൽ ഇപ്പോഴും 69% ആളുകൾ തങ്ങളുടെ കയ്യിലുള്ള, തങ്ങളുടെ പോക്കറ്റിലുള്ള പണം എടുത്തിട്ടാണ് ഈ മെഡിക്കൽ എമർജൻസികളൊക്കെ മാനേജ് ചെയ്യുന്നത്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് മെഡിക്കൽ എമർജൻസികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു സിമ്പിൾ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡെങ്കു ഫീവർ, അതുപോലെ നിങ്ങൾക്ക് 50,000 തൊട്ട് 1,50,000 രൂപ വരെ ചിലവുണ്ടാക്കും. പലപ്പോഴും ഇത് നല്ലൊരു ആശുപത്രിയിൽ നല്ല സൗകര്യങ്ങളോടെ അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളോടെ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ പണം കൊടുക്കേണ്ടി വരും. നമ്മളിൽ പല ആളുകൾക്കും ചെറിയ ചെറിയ മെഡിക്കൽ സേവനങ്ങളൊക്കെ നാട്ടിലെ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. എന്നാൽ വലിയൊരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ ആകെ മൊത്തത്തിൽ പാനിക്ഡ് ആവും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കെയറിൽ നിന്ന് നമുക്ക് പോരാതെ വരും. അപ്പോൾ നമ്മൾ ആളുകളുടെ മുമ്പിൽ സഹായം തേടേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ സേവിങ്സ് അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരും. ഇതിനൊന്നും ഒരാവശ്യമില്ലല്ലോ. ചെറിയൊരു തുക മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഒക്കെ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ്. പലപ്പോഴും നിങ്ങളിൽ പല ആളുകൾക്കും ഉള്ളിലുള്ളൊരു വിഷമൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് നല്ല ചികിത്സ കൊടുക്കാൻ പറ്റിയില്ല, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടേനെ. പക്ഷേ എന്ത് ചെയ്യാം, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഇല്ല, നിങ്ങളുടെ പണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാലാകാലത്തോളം ആ ഒരു വിഷമം നിങ്ങളെ ഹോണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുകയാണ് നല്ലത്. ആ ഒരു സം അഷ്വേർഡിൽ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴികൾ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതുവരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്ത ആളുകൾ ഡിസ്ക്രിപ്ഷനിലെയും കമൻറ്റ് ബോക്സിലെയും ലിങ്ക് ഉപയോഗിച്ച് ഡിറ്റോയിൽ ഇന്ന് തന്നെ ഒരു ഫ്രീ കോൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡേറ്റിൽ, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സമയത്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുക. അങ്ങനെ കോൾ ബാക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റുകൾ പറയുക. ഉറപ്പായും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ അത് കൊണ്ടുവരുന്ന ഒരു സമാധാനം ചെറുതൊന്നുമല്ല. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.